നമസ്കാരം. കന്യാദാനം എന്ന സീരിയലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷമിക്കണം, കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് സീരിയലിൻ്റെ ഫോട്ടോസുകൾ കാണിക്കാൻ കഴിയുന്നതല്ല. ആമിയും മകളും ചീറികിടക്കുന്ന ഹോസ്പിറ്റലിൽ ഉണ്ടെന്നറിയുന്ന വിനയൻ ആമിയുടെ ഹോസ്റ്റൽ വാർഡൻ വിനയനെ കാണുന്നു. വക്രബുദ്ധിക്കാരനായ വിനയൻ നുണ പറഞ്ഞ് രക്ഷപ്പെടുന്നു. വിനയൻ രഘുവിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ ആമിയെ തേടി ഇറങ്ങി. ആമി താമസിക്കുന്ന വീട് കണ്ടുപിടിച്ചു. അവിടുത്തെ വാർഡനോടൊരു കുട്ടിയെ താമസിപ്പിക്കാനാണ് വന്നതെന്ന് പറഞ്ഞു. പിന്നീട് ഇപ്പോഴാണ് വിനയനെ അവർ കാണുന്നത്. പിന്നീട് അവരെ പിന്തുടർന്ന് ആമിയെ കണ്ടുപിടിക്കുന്നു. ഇന്ദ്രനും അനുപമയും രഘു ആമിയുടെ റൂമിൽ നിന്നും വരുന്നത് കണ്ട് ചീരികിടക്കുന്ന റൂമാണെന്ന് തെറ്റിദ്ധരിച്ച് ആമിയുടെ റൂമിൽ കയറുന്നു. രഘുവിൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ ഭാര്യയാണെന്ന് ആമി പറഞ്ഞപ്പോൾ ഇന്ദ്രൻ അത് വിശ്വസിച്ചു. പക്ഷേ അനുപമ ആമിയോട് ചോദിച്ചു, ഭർത്താവിൻ്റെ പേര് ആദിയല്ലേ എന്ന്. ഗത്യന്തരമില്ലാതെ ആമിക്ക് അത് സമ്മതിക്കേണ്ടി വരുന്നു. ഇന്ദ്രൻ അനന്തൻ മാഷിനോട് പറയുന്നു, രഘുവിൻ്റെ ഫ്രണ്ടിൻ്റെ ഭാര്യയും കുട്ടിയും ഇതേ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടെന്ന്. രഘു അക്കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് മാഷ് പറയുന്നു. ഇന്ദ്രനും മാഷും പോയി കഴിഞ്ഞപ്പോൾ അനുപമ ചീരുവിനോട് പറയുന്നു, രഘുവേട്ടൻ ആദിലിൻ്റെ കുഞ്ഞിനെയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നതെന്ന്. രഘുവേട്ടൻ അതെന്തിനാണ് നമ്മളോട് മറച്ചുവെച്ചതെന്ന് ചീരു പറയുന്നു. രഘുവേട്ടൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് അനുപമയും പറയുന്നു. അമ്പിളി ചേച്ചി ഇതറിഞ്ഞാൽ കുഴപ്പമാകും. ഭാനുമ്മയെ കൊണ്ടുചെന്നാക്കിയ വിനയൻ അമ്പിളിയോട് പറയുന്നു, രഘുവേട്ടന് വല്ലാത്ത തിരക്കാണ്. രഘുവേട്ടൻ്റെ അടുത്ത ആരോ അതേ ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന്. ഇതറിഞ്ഞ അമ്പിളി ഉടനെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. രഘുവിനെ എല്ലാവരുടെയും മുൻപിൽ വില്ലനാക്കി അവതരിപ്പിക്കാൻ നോക്കുന്ന കഥാകൃത്തിനോട്, ആരാണ് ഇന്ദ്രൻ? ഹർഷയ്ക്ക് അവിഹിതത്തിൽ ഒരു കുഞ്ഞിനെ കൊടുത്തവൻ. ആരാണ് ഈ വിനയൻ? സ്വന്തം കുഞ്ഞിനെ 10 ലക്ഷത്തിന് വിൽക്കാൻ പോയവൻ. ഭാര്യയുടെ അനിയത്തിയുടെ വീഡിയോ വിറ്റ് 5 ലക്ഷം വാങ്ങാൻ പോയവൻ. 15 ലക്ഷം രൂപയ്ക്ക് സ്വന്തം പെൺമക്കൾക്ക് വിലയിട്ട് വാങ്ങിയവൻ. ഇതൊക്കെ ഇവൻ്റെ ചില കൊള്ളരുതായ്മകൾ മാത്രം. ബാക്കി പറയാനാണെങ്കിൽ തുടക്കം മുതലേ പറയേണ്ടി വരും. എന്നും ചീരുവിനെ സത്യനുമായി സംശയിച്ചു നടന്നവൻ. എന്നിട്ടോ ഒടുവിൽ ചീരുവിൻ്റെ പ്രസവത്തിനുള്ള ചിലവ് 1 ലക്ഷം രൂപ ഇതേ സത്യൻ്റെ കയ്യിൽ നിന്നും ഇവന് വാങ്ങേണ്ടി വന്നു. 1000 രൂപ പോലും കൂലി വാങ്ങി ചെയ്യേണ്ട കാര്യമല്ല ഒരു വീഡിയോ എടുത്ത് ലാപ്ടോപ്പിൽ കാണിച്ചു കൊടുക്കുക എന്നത്. അവിടെയാണ് 1 ലക്ഷം രൂപ സത്യൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയത്. എന്നിട്ട് അവനെയാണിപ്പോൾ ഹരിചന്ദ്രനും മര്യാദ പുരുഷോത്തമൻ ശ്രീരാമചന്ദ്രനാക്കി മാറ്റി ചിത്രീകരിക്കുന്നത്. നാണമില്ലേ കഥാകൃത്തെ? മറ്റ് കഥയൊന്നും കാണിക്കാനില്ലെങ്കിൽ സീരിയൽ അവസാനിപ്പിച്ച് പോകാൻ നോക്കൂ. അമ്മാവനെയും ഭാര്യയെയും ഭാര്യയുടെ അനിയത്തിമാരെയും നല്ല രീതിയിൽ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയ രഘുവിനെയെങ്കിലും നെഗറ്റീവാക്കി കാണിക്കാതിരിക്കാമായിരുന്നു. അതിനുവേണ്ടി സ്വർണ്ണ ബിസ്ക്കറ്റ് കഥയുമായി വന്നു. ഇനി ശബരിയാണ് അടുത്ത നെഗറ്റീവ് കഥാപാത്രം. ശബരിയെയും ഏതെങ്കിലും അവിഹിതത്തിൽ കൊണ്ടുവന്ന് വിനയൻ എന്ന സൈക്കോയുടെ ഒപ്പമാക്കി മാറ്റുക. ഏഷണി, അസൂയ, തമ്മിൽ തല്ലിക്കൽ, സംശയരോഗം ഇതൊക്കെയുമായി നടക്കുന്ന വിനയനെ പോലുള്ള ഒരു കഥാപാത്രത്തെ എന്തിൻ്റെ നല്ല നടപ്പിൻ്റെ പേരിലാണ് ഇനിയും ചീരുവിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നത്? വിനയൻ എന്ന കഥാപാത്രത്തെ ഗൾഫിലെ ജയിലിൽ പിടിച്ചിട്ടു എന്നറിഞ്ഞ പ്രേക്ഷകർക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു. കാരണം അവന് കിട്ടേണ്ട ശിക്ഷ തന്നെയായിരുന്നു അതെന്ന് കരുതി. എവിടെ, കഥാകൃത്തിന് വിനയനില്ലാതെ കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.